ഒരു കാര്യം പറഞ്ഞ് അമ്മയെ ബോധിപ്പിക്കാനാണ് ഇപ്പോൾ വന്നേക്കണത്. ഇതൊന്ന് കാര്യം ഒന്ന് വേറൊന്നുമല്ല, ആ റോസ്മേരി ഇല്ലേ, ഇവൻ്റെ പെണ്ണും പിള്ള തന്നെ, അവള് വന്ന് അമ്മയടുത്ത് എന്ത് പറഞ്ഞു, സ്വത്ത് വീതം വയ്ക്കാൻ പോകണം, ഞങ്ങൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നെല്ലാം പറഞ്ഞു. പറഞ്ഞു അതിനെന്ത് ഉള്ള കാര്യമല്ലേ പറഞ്ഞത്? അങ്ങനെ ഒരു കാര്യം അവിടെ നടന്നിട്ടില്ല അമ്മ. ഞങ്ങളത് അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുമില്ല, അങ്ങനെ ഒരു കാര്യം ചർച്ച ചെയ്തിട്ടുമില്ല. സത്യം, ആ കൊറോണ കുഞ്ഞമ്മച്ചി പാവമാണ്, അവർ ഒന്നും അറിഞ്ഞിട്ടില്ല. നിങ്ങൾ കൊറോണ കുഞ്ഞമ്മച്ചിയെ ന്യായീകരിക്കാൻ വേണ്ടിയല്ലേ ഇതൊക്കെ പറയുന്നത്? എന്തിനമ്മ, അതിന്റെ ആവശ്യം എന്താണ്? ഇത് ഇങ്ങനൊരു കാര്യം പറഞ്ഞെങ്കിലല്ലേ നമ്മൾ പറഞ്ഞെന്ന് പറയണ്ടേ ഉള്ളൂ. മോശക്കാരിയൊന്നും അല്ല. ഏയ് അല്ല, അവർ വാവൊരു കോടാലിയാണെന്ന് അറിയാല്ല, വായി പറഞ്ഞൊക്കെ വിളിച്ചു പറഞ്ഞു. പക്ഷെ ഇങ്ങനെയൊന്നും അവർ പറഞ്ഞിട്ടില്ല, അവരങ്ങനെ ചിന്തിച്ചിട്ടില്ല. ഞങ്ങളിങ്ങനെ ഒരു വിഷയം ചർച്ച ചെയ്ത് ഇനിയിപ്പോൾ സ്വത്ത് വീതം വയ്ക്കണം, എനിക്ക് അമ്മയോട് നേരിട്ടങ്ങ് ചോദിച്ചപ്പോൾ അത്രയല്ലേ ഉള്ളൂ, എൻ്റെ കാര്യമല്ലേ ഉള്ളൂ. പള്ളി പെരുന്നാളിന് വിളിക്കാൻ വന്നതാ. അവരതിന് വിളിക്കാൻ വന്നതാണ് പാവം, വലിയ സ്നേഹത്തോടെ. ഇത് അവള് കുഞ്ഞമ്മച്ചിക്ക് ഒരു പണി കൊടുത്തതാണ്. എന്തിന്? അതിന് അമ്മയും മരുമോളും ഇല്ലേ, പഴയ വൈരാഗ്യങ്ങളൊക്കെ അവിടെ ഉള്ളതിനെ മനസ്സിട്ടിട്ട് പതുക്കെ ചുമ്മാ അവസരം കിട്ടിയപ്പോൾ ഒരു പണി കൊടുത്ത് തന്നെ. അതുകൊണ്ടേ ഈ റോസ്മേരി പറഞ്ഞത് നുണയാണെന്ന് അവളെ കൊണ്ട് തന്നെ നമുക്ക് ബോധ്യപ്പെടുത്തണം. റോസേ, ഇത് പാർട്ടിയുടെ കുറച്ച് കണക്കും കാര്യങ്ങൾ. റോസ് നമ്മുടെ അമ്മയെ കണ്ടിരുന്ന? പിന്നെ അമ്മ കണ്ടല്ലോ. എന്തെങ്കിലും പറഞ്ഞായിരുന്നു അമ്മയോട്? എന്തെങ്കിലും പറഞ്ഞെന്ന് ചോദിച്ചാ പിന്നെ അമ്മയുടെ മുട്ടുവേനെ കുറിച്ച് എൻ്റെ അടുത്ത് പറഞ്ഞ്. അപ്പം ഞാൻ പറഞ്ഞു നമ്മുടെ ഇവിടെ നല്ലൊരു ആയുർവേദ ആശുപത്രി ഉണ്ട്, അങ്ങോട്ട് വന്നാൽ മതി. അയ്യോ അങ്ങനെയല്ലാത്ത മരുന്നില്ല എൻ്റെ ക്ലീറ്റോണ, എല്ലാ മരുന്നും ഉണ്ടായിരുന്നു. ഈ ആവശ്യമില്ലാത്ത പറഞ്ഞുണ്ടാക്കണതിന് മരുന്നല്ലോ ഉണ്ടോ? ആവശ്യമില്ലാത്ത പറഞ്ഞുണ്ടാക്കുന്നതിനില്ല, ഈ ഉള്ള കാര്യത്തിനുള്ള മരുന്നുകൾ തരും. നമ്മൾ ആവശ്യമുള്ള കാര്യങ്ങൾ പറയുമല്ലോ. ഇപ്പം നമുക്ക് അവിടെ വേദന ഇവിടെ വേദന, അതിനുള്ള മരുന്ന് തരും. അല്ല ഇപ്പം ആവശ്യമില്ലാത്തതിനുള്ള മരുന്ന് ആർക്കാ വേണ്ട? ക്ലീറ്റോണാണ്. ഇല്ല, എൻ്റെ പരിചയത്തിലേ നമ്മുടെ വേണ്ടപ്പെട്ട ഒരുത്തൻ്റെ ഭാര്യ ഈ അനാവശ്യമായിട്ട് അതും ഇതും പറഞ്ഞുണ്ടാക്കി ചുമ്മാ വഴക്കം കൊണ്ടാണ് ഈ ഏഷണിയൊക്കെ ഉണ്ടാക്കണ ഒരു സ്വഭാവം ഉണ്ടേ. അപ്പം അതുകൊണ്ട് അതിനെന്തിനും മരുന്ന് മേടിച്ച് കൊടുക്കാന്ന് വിചാരിക്കുന്നു. ഇങ്ങനെ കുറെ പെണ്ണുങ്ങളുണ്ട് എൻ്റെ ക്ലീറ്റോണിന്. ആ കുടുംബം നരകമായിരിക്കും. ആ ചെറുക്കന് ഒരു സൗകര്യം കൊടുക്കത്തില്ല. ഇല്ല, അവനിപ്പം അവൻ്റെ നല്ല സമയത്തിന് അവൻ ഇപ്പം അവിടെ ഇല്ല, അവൻ ഭാര്യയുടെ കൂടെ അല്ല, വേറെ അടുത്ത് മാറി നിൽക്കുകയാണേ. ആണോ? അതാ ഇങ്ങനെയുള്ളവർ മറുപടി എങ്ങനെ ജീവിക്കണ? പിന്നെ ഞാൻ തൂക്കട്ടെണ്ണ. പിന്നെ ഇതല്ലാതെ വേറെ കാര്യം ഞാൻ ചോദിക്കട്ടെ, നിങ്ങളെ അവിടുത്തെ സ്വത്തില്ലേ, നിങ്ങളെ അച്ഛൻ്റെ പാപ്പയുടെ സ്വത്ത്, അത് ആങ്ങളെ അത് ഷെയർ ചെയ്യുന്ന കാര്യമൊക്കെ എന്തായി? വീതം വയ്ക്കുന്നത്? അത് ഞാനും അവനുണ്ടല്ലോ ബെന്നി, ഞാനും അവനും കൂടെ ഭയങ്കര തർക്കവും ബഹളവും ഒക്കെ ആയിരുന്നു. ഏതായാലും പപ്പ രണ്ടുപേർ കൂടെ ഷെയർ ചെയ്ത് തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. കാലശേഷം ആയിരിക്കും, പപ്പയ്ക്കും ഒരു പേടിയൊക്കെ ഉണ്ടല്ലോ. മക്കളെ സ്വഭാവം അറിയാലോ. നടന്ന് ഇവിടത്തെ അവസ്ഥ അത് തന്നെ. ഇവിടുത്തെ വസ്തുവും വീതം വെക്കണതിനെ കുറിച്ച് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അമ്മയുടെ അടുത്ത് പലരും ഒക്കെ പറയാറുണ്ട്, ഇളക്കാറുണ്ട്. അപ്പോൾ അമ്മയും അങ്ങനെ ഇരിക്കുകയാണ്, ഇവിടുത്തെ വസ്തു വീതം വെച്ച് നമുക്കെല്ലാം തരുന്നതിനെ കുറിച്ച് ഇങ്ങനെ ആലോചിക്കണുണ്ട്. ആലോചിക്കുന്നുണ്ട്. അതെ അതെ. അമ്മ കണ്ടായിരുന്നോ? അണ്ണൻ ഞാൻ പറയായിരുന്നേ, ഇവിടെ പലരും ഈ പറഞ്ഞില്ലേ, വയസ്സായവർക്ക് തരാൻ പേടി, പുതിയ തലമുറയ്ക്ക് വസ്തു എത്രയും പെട്ടെന്ന് കയ്യിൽ വേണം. അണ്ണാ ഈ ഒത്തിരി തൂത്തിട്ടായിരിക്കേ എനിക്ക് തുമ്മൽ വരുന്നുണ്ട്. ഞാൻ വെളിയിൽ പോയി ഒന്ന് തുമ്മിയിട്ട് ഓടി വരാം. തൂത്താ മാത്രമല്ലേ, ഈ നമ്മൾ അനാവശ്യമായിട്ട് ആരെങ്കിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാലും പ്രാക്ക് കേട്ടും തുമ്മും. അയ്യോ അണ്ണ, ഞാനൊരു പാവം, എന്നെ ആര് പ്രാകാണ? ഞാനൊരു മിണ്ടാപ്രാണിയല്ലേ അണ്ണ. ഇത് പൊടിയുടെ തുമ്മല, ഇത് പൊടിയുടെ അല്ല. പുറത്തോട്ടെന്നാണെങ്കിൽ തുമ്മിക്കോ കുറച്ചുകൂടെ. ഞാനെന്നാ തുമ്മിട്ട് ഓടി വരാണ്. അയ്യോ പൊടി പൊടി പൊടി. നീ കൊറേ തുമ്മും.